2024 കൈപ്പിടിയിലൊതുക്കാൻ മമ്മൂട്ടി. പുതുവർഷം പിറന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയത് മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമയുടെ പോസ്റ്ററാണ്. വേറിട്ട വേഷത്തിൽ ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററാണ് മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ യുവ സംവിധായകൻ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഭ്രമയുഗം. മമ്മൂട്ടിയുടെ 72ാം ജന്മദിനത്തിൽ ചിത്രത്തിന്റെ ആദ്യ പോസ്റ്റർ പുറത്തു വന്നിരുന്നു. ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള മമ്മൂട്ടിയുടെ ചിത്രം ആരാധകർക്കിടയിൽ ഇതിനോടകം ചർച്ചാ വിഷയമായിട്ടുണ്ട്. കറപുരണ്ട പല്ലുകൾ കാട്ടിയുള്ള ഭയപ്പെടുത്തുന്ന ചിരിയും നരച്ച താടിയും മുടിയും കഴുത്തിൽ ജപമാലയും ചേർന്ന ഭ്രമയുഗം സിനിമയുടെ പോസ്റ്റർ ലുക്ക് പുറത്തു വന്നതിനു പിന്നാലെ ദുർമന്ത്രവാദിയായാണ് താരം സിനിമയിലെത്തുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. പലരും വിധേയനിലെ മമ്മൂട്ടിയുടെ വില്ലൻ വേഷവുമായി ഭ്രമയുഗം പോസ്റ്ററിനെ താരതമ്യപ്പെടുത്തി മമ്മൂട്ടി വീണ്ടും വില്ലൻ വേഷത്തിലെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ വില്ലൻ കഥാപാത്രമാണ് ആദ്യം എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത്. മമ്മൂട്ടി ഭാസ്കര പട്ടേലർ എന്ന ക്രൂരനായ ഒരു യജമാന വേഷത്തിലാണ് ചിത്രത്തിൽ എത്തുന്നത്. പ്രേക്ഷകരെ ഭയപ്പെടുത്തിയ മമ്മൂട്ടിയുടെ വില്ലൻ കഥാപാത്രമായിരുന്നു അത്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലരിമാണിക്യം എന്ന ചിത്രത്തിലെ അഹമ്മദ് ഹാജി എന്ന വെറുക്കപ്പെട്ട ദുഷ്ടകഥാപാത്രത്തെ മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാനിടയില്ല. അത് മമ്മൂട്ടിക്കല്ലാതെ മറ്റാർക്കും അവതരിപ്പിക്കാൻ കഴിയില്ല എന്ന് പ്രേക്ഷകരും നിരൂപകരും ഒന്നടങ്കം വിധിയെഴുതി. പുഴു എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനം ജാതീയ മേൽക്കോയ്മയുടെ മൂർധന്യഭാവത്തെ വരച്ചുകാട്ടുന്നതാണ്. കുലമഹിമയിൽ അത്യധികം ആനന്ദം കണ്ടെത്തുന്ന മമ്മൂട്ടിയുടെ ഈ കഥാപാത്രത്തിൽ സ്വന്തം കൂടപ്പിറപ്പിനെ പോലും ഇല്ലാതാക്കാനുള്ള ദുഷ്ടത ഉടലെടുക്കുന്നു. വേഷങ്ങളെ ഭയപ്പെടാത്ത താരമാണ് മമ്മൂട്ടി. തന്റെ താരമൂല്യത്തെ ബാധിക്കുമെന്ന് ഭയന്ന മറ്റേതൊരു സൂപ്പർ താരവും ചെയ്യാൻ മടിക്കുന്ന നിരവധി വേഷങ്ങൾ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. വേറിട്ട കഥാപാത്രങ്ങൾ കൊണ്ട് 2023 പ്രേക്ഷക ഹൃദയം കവർന്ന താരം 2024 സിനിമാ ഇൻഡസ്ട്രിയെ ഞെട്ടിക്കുവാൻ ഒരുങ്ങുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. വൈനോട് സ്റ്റുഡിയോസും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ആദ്യമായി നിർമ്മിക്കുന്ന മലയാള ചിത്രം കൂടിയാണ് ഭ്രമയുഗം. ഹൊറർ ത്രില്ലർ സിനിമകൾക്ക് മാത്രമായി ആരംഭിച്ച പ്രൊഡക്ഷൻ ഹൗസാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്. മമ്മൂട്ടിയെ കൂടാതെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമൽ ലാലിസ് എന്നിവരാണ് സിനിമയിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. കൊച്ചിയും ഒറ്റപ്പാലവും അതിരപ്പള്ളിയുമാണ് ചിത്രത്തിന്റെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ഒരേ സമയമായിരുന്നു ഭ്രമയുഗത്തിന്റെ റിലീസ്. വൈനോട് സ്റ്റുഡിയോസിന്റെ ബാനറിൽ രാമചന്ദ്ര ചക്രവർത്തിയും ശശികാന്തുമാണ് ചിത്രത്തിന്റെ നിർമ്മാണം.